സാധാരണ ഒരു പിക്കിള് 9 മാസം അല്ലെങ്കിൽ 12 മാസം ഇതൊന്നും അത്ര ഇരിക്കില്ല. പിന്നെ ഞാനതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 10 ദിവസത്തിനകത്ത് കഴിച്ചിരിക്കണം. ഈ ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ പൗഡർ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് സാധാരണ നിലയിലാക്കാൻ ഈ കൂണിൻ്റെ പൗഡർ എന്ന് വെച്ചാൽ ഈ കൂണിനൊരു പ്രത്യേക കഴിവുണ്ട്. എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഏതിലും യാതൊരു തര പ്രിസർവേഷനും ഞങ്ങൾ ചേർത്തിട്ടില്ല. ഓക്കെ, ലൈഫ് കുറവായിരിക്കും, പക്ഷെ നല്ല ഫുഡായിരിക്കും. ഇതുണ്ടല്ലേ നല്ല അടിപൊളി മണ്ണിരകൾ. ഇത് നന്നായിട്ട് മസാലയൊക്കെ കൂട്ടിന് പൊരിച്ചാണല്ലോ, സെറ്റായിരിക്കും. ഇത് അതിന് വേണ്ടിയിട്ടുള്ള അല്ല കേട്ടോ, ഇത് ശരിക്കും വെർമി കമ്പോസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് കേട്ടോ ഒരു മഷ്റൂം എന്ന് പറയുന്നത്. ഈ ഒരു കൂട്ടാണ്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ കണക്കിൽ പറയുന്ന ഒരു 10-30 മഷ്റൂം ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ചോട് ഭാഗം കേട്ടോ. അതിൻ്റെ വേര് ഇവിടെയാണ്. ഈ ഒറ്റ വിത്തിൽ നിന്ന് മുളച്ച് വരുന്ന ഒരു മഷ്റൂമാണിത്. ഇതെല്ലാം കൂടെ ഒരു ഏറെക്കുറെ ഒരു 400 ഗ്രാം 500 ഗ്രാമിൻ്റെ അടുപ്പിച്ച് വരും കേട്ടോ. നമസ്കാരം, ഞാൻ സുമേഷ് പിലാക്കൽ. ടൈം ഫോർ ട്രാവലിൻ്റെ അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് അറിയാം? പാലക്കാട് ജില്ലയിലെ പല്ലശ്ശേന എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ മഷ്റൂം, അതായത് കൂണ് കണ്ടുള്ള ഒത്തിരി വിഭവങ്ങൾ, കൂണിൻ്റെ കൃഷിയും പിന്നെ അതേപോലെ ആ കൂണ് കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് വെച്ചിട്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ചേട്ടനുണ്ട്, നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ. പുള്ളിയുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. രാധാകൃഷ്ണൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ നിങ്ങളുടെ കൂൺ കൃഷിയെ കുറിച്ച് കേട്ടിട്ട് വന്നതാണ്. അപ്പം എന്തൊക്കെയാണ് നമുക്കിവിടെ കാണാനുള്ളത്? നമുക്കിവിടെ മെയിനായിട്ട് കൂൻ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ കൂനിൻ്റെ പല പ്രൊഡക്റ്റുകൾ നമ്മളിപ്പോൾ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ കൂൻ ഡ്രൈ മഷ്റൂം ഉണ്ട്, മഷ്റൂമിൻ്റെ പൗഡർ ഉണ്ട്, മഷ്റൂമിൻ്റെ ചോക്ലേറ്റ്, മഷ്റൂമിൻ്റെ ബിസ്ക്കറ്റ്, മഷ്റൂമിൻ്റെ പിക്കിൾ, കൊണ്ടാട്ടം, പപ്പടം. ഇപ്പോൾ പുതുതായിട്ട് മഷ്റൂമിൻ്റെ ഒരു പീനട്ട് മസാല എന്നുള്ള ഒരു കടല കൂടി പുതുതായിട്ട് ഞങ്ങൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് കാണാമല്ലോ അല്ലേ, ഇതൊക്കെ ഉണ്ടാക്കുന്ന രീതികളും പിന്നെ നമുക്ക് കൂണിങ്ങനെ കൃഷിയിൽ മറ്റേ ഇതിനകത്ത് ബഡിനകത്ത് കൂണുള്ളത് എല്ലാം നമുക്ക് കാണാം. തീർച്ചയായിട്ടും കാണാം. അപ്പോൾ നമ്മൾ ശരിക്കും കാണാനിരിക്കുന്ന പൂരം ഇനി ഇതിനകത്താണ്. ബാ, ഇപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കയറുമ്പോഴേ ചെരുപ്പൊക്കെ ഊരിയിട്ട് വേണം കയറാട്ടോ. കുറച്ച് ഭയങ്കരമായിട്ട് ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെക്കുന്ന ഒരു ഏരിയയാണിത്. കാരണം നമ്മൾ ഈ 10-25 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ബഡ് എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നശിച്ചു പോകും. അപ്പോൾ നമ്മുടെ ആ ഈൽഡും പോവും, നഷ്ടമാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെക്കണം. ചെരുപ്പൊന്നും പുറത്തുകൂടെ ഉപയോഗിക്കുന്ന ചെരുപ്പൊന്നും അകത്ത് ഉപയോഗിക്കാതെ അങ്ങനെ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്ന അത് കൂണ് വരാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞതാണ്. 1 തവണ 1 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ്. ഇതൊരു ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം. 17/2 അത്രയും പഴക്കമുണ്ടല്ലേ? 3, 4, 5 മാസം പഴക്കമുള്ളതാണ്. അത് ഇപ്പോഴും ഈൽഡുണ്ട്. ഇത് 6 മാസം വരെ ഇതിനുള്ളൊരു പ്രത്യേകത. ഇതൊക്കെ നല്ല വളർച്ചയായിട്ടാ. ശരി, കൂടുതലും ആയി. ഇത് നമുക്ക് തൊടാമല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇത് പച്ചക്ക് കഴിക്കാൻ പറ്റും. അത് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ എത്ര ദിവസമായിട്ടുണ്ടാവും ഈ ഒരു ഇത് ഇന്നലെ തൊട്ട് കാണാൻ തുടങ്ങിയതാണ്. ഈ മഷ്റൂമിന്റെ ഏറ്റവും പ്രത്യേകത കാലാവസ്ഥ അനുകൂലമായിരിക്കണം. അതായത് ടെമ്പറേച്ചർ, നമ്മൾ ടെമ്പറേച്ചർ യൂണിറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഹ്യൂമിഡിറ്റി 80-ൽ കൂടുതലും ടെമ്പറേച്ചർ 25-ന്റെ താഴെയും 25-24 ആണെങ്കിൽ അതിനകത്ത് എല്ലായ്പ്പോഴും കൂന് വിളവ് വന്നുകൊണ്ടിരിക്കും. അതിനുള്ളതിനാണ് നമ്മൾ ഈ ഓല ഷെഡ് നിർമ്മിക്കുന്നത്. അതായത് ഇതിനകത്ത് താഴെ വേണ്ടി നമ്മൾ ഷീറ്റ് ഇട്ട് അവിടെയോ ഓടിട്ടതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈൽഡ് കുറയും എന്ന് പറയും. നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. മേലെ കൂടെ ലെഫ്റ്റ് തിരിച്ചാൽ മതി, വെറുതെ ഒന്ന് പൊട്ടിച്ചാൽ മതി. ഇതപ്പം 1 കിലോക്ക് കിട്ടണമെങ്കിൽ എത്ര എടുക്കണം ഇങ്ങനത്തെ? അതായത് ഒരു മഷ്റൂം തന്നെ ഇതൊക്കെ 300-400 ഗ്രാം വരെ ഉണ്ടാവും. 800 ഗ്രാം വരെ ഉള്ള ഫാമിൽ വന്നിട്ടുണ്ട്. ഈ ഒരെണ്ണം എന്ന് പറയുന്നത് ഈ ഒരു കൂട്ടത്തിനാണോ ഒരെണ്ണം എന്ന് പറയുന്നത്? ഒരു മഷ്റൂം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതപ്പൊ തിരിച്ചാൽ മതി. ലെഫ്റ്റോ റൈറ്റോ തിരിച്ചാൽ മതി. അങ്ങോട്ട് തിരിച്ചാൽ പൊട്ടിച്ചോളൂ. അങ്ങനെ തിരിച്ചോളൂ. നമ്മുടെ ലിജോ ഒരെണ്ണം അടിപൊളിയായിട്ട് പറിച്ചിട്ടുണ്ട്, കാണിച്ചത് അവിടെ. ഇതൊക്കെ 400-500 ഗ്രാം ഉണ്ടാവും. ശരിയല്ല, ഇതൊരു 1/2 കിലോ കാണും. ഇതാണ് കേട്ടോ ഒരു മഷ്റൂം എന്ന് പറയുന്നത്. ഈ ഒരു കൂട്ടാണ്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ കണക്കിൽ പറയുന്ന ഒരു 10-30 മഷ്റൂം ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ചോട് ഭാഗം കേട്ടോ. അതിൻ്റെ വേര് ഇവിടെയാണ്. ഈ ഒറ്റ വിത്തിൽ നിന്ന് മുളച്ച് വരുന്ന ഒരു മഷ്റൂമാണിത്. ഇതെല്ലാം കൂടെ ഒരു ഏറെക്കുറെ ഒരു 400 ഗ്രാം 500 ഗ്രാമിൻ്റെ അടുപ്പിച്ച് വരും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഒരു ഇതെന്താന്ന് വെച്ചാൽ കൂണ് വെച്ചുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അതൊക്കെ ഒന്ന് പരിചയപ്പെടാട്ടെ നമുക്ക്.
എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്? ഇത് കൂനിൻ്റെ കൊണ്ടാട്ടം അല്ലേ? ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നത്? അതായത് സാധാരണ അരി കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പക്ഷെ അതിൽ കൂന് കൂടെ ഒരു അളവുണ്ട്, ഒരു നിശ്ചിത അളവുണ്ട്. ആ അളവിൽ കൂന് കൂടെ ചേർത്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, ഇതുണ്ടോ നമ്മുടെ അരിക്കൊണ്ടാട്ടം എന്ന് പറയുന്ന സെയിം തന്നെയാണ്, അതിനകത്ത് നമ്മൾ കൂണ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇത് എന്ത് വിലയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്? ഏകദേശം ഒരു 400 rupees വരും പെർ കെ ജി 400 അല്ലേ? ശരി. കാരണം അറിയാലോ, കൂനിന്റെ വില അറിയാലോ, കൂനൊക്കെ 1 കിലോ 300 രൂപ വരിക. അപ്പൊ നമുക്കത് ഉണ്ടാക്കി വരുമ്പോൾ കൂന് അത്രയും പ്രോട്ടീൻസ് കിട്ടുന്നതിന് കൂനിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് കോസ്റ്റ്ലി ആവുന്നത്. എന്താണെങ്കിലും ഈ കൂണ് നമ്മൾ എങ്ങനെ ഇതിനകത്ത് പൊടിച്ചിട്ടാണോ ചേർക്കുന്നത് അതോ? അല്ല, ഞങ്ങൾ അരച്ച് ചെയ്യാറ്. കൂന് കൂടുതലായിട്ടൊക്കെ കിട്ടുന്ന സമയത്ത് കൂന് ഒരു നിശ്ചിത അളവിൽ ഇത്ര കിലോന് ഇത്ര എന്നുള്ളൊരു കണക്കുണ്ട്. ഓക്കെ, അതിന് ബേസിൽ മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എന്നിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കൂടെ മിക്സ് ചെയ്യും. അതെ, അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ കൂന് കുറവുള്ള സമയത്ത് നമ്മൾ ഡ്രൈ മഷ്റൂമോ അല്ലെങ്കിൽ മഷ്റൂമിന്റെ പൗഡർ യൂസ് ചെയ്തിട്ടും നമ്മൾ. വേറെ എന്താണ് നമുക്ക് കൂണിന്റെ പ്രോഡക്റ്റ്? പിന്നെ കൂനിന്റെ വന്നിട്ട് പപ്പടമാണ്. കൂണിന്റെ പപ്പടം അല്ലേ? കൂനിന്റെ പപ്പടം. ഇത് നമ്മൾ എന്തൊക്കെയാണ് ചേർക്കുന്നത്? കൂണിന്റെ പപ്പടം ഇതിൽ അരി അങ്ങനെയുള്ള ഒന്നും വരുന്നില്ല. ഇത് റവയും കൂനും മാത്രമാണ് ഇതിൽ വരുന്നത്. റവയും കൂനും മാത്രമാണ് കൂണിന്റെ പപ്പടം. റവയും കൂനും മാത്രമേ വരുന്നുള്ളൂ. എള്ള് ഒരു പ്രത്യേക ടേസ്റ്റ്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൽപ്പാത്തിയിൽ കണ്ണിമാങ്ങ അച്ചാറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് മുമ്പ് കേട്ടോ. അതിനകത്ത് ഇതേപോലത്തെ വടം എന്ന് പറയുന്ന അരിയും കൊണ്ടുള്ള കൽപ്പാത്തിയിൽ ബ്രാഹ്മിൺസ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന കുറേ പപ്പടത്തിൻ്റെയൊക്കെ കാഴ്ചകളുണ്ട് കേട്ടോ. അതിനകത്ത് താല്പര്യമുള്ളവർ ചെന്ന് കാണാം. ഇത് നമ്മൾ കൂണ് വെച്ചിട്ടുണ്ടാക്കിയ കൂണും റവയും പിന്നെ എള്ള് ജീരകം അങ്ങനെയുള്ള സാധനങ്ങൾ അല്ലേ? നല്ല അടിപൊളി സാധനമായിരിക്കും കേട്ടോ. ഇത് എന്ത് വിലയ്ക്കാണ് നമ്മൾ കൊടുക്കുക? 60 രൂപ. കൂണിന്റെ അച്ചാർ. ഇതിനകത്ത് കൂണ് മാത്രമേ ഉള്ളൂ? അച്ചാറിന് വേണ്ട. അതെ, നമ്മളിപ്പോ മാങ്ങ അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ മാങ്ങയ്ക്ക് പകരം ബാക്കിയെല്ലാം അച്ചാറിന്റെ നോർമൽ അച്ചാറിന്റെ. ഇത് നമുക്ക് എന്ത് വിലക്കാണ്? 130 ഞാൻ കൊടുക്കുന്നത്. 150 MRP. 200 ഗ്രാമിന്റെ 130 രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് കേട്ടോ. ഇതുണ്ടല്ലേ കൂണ് ഉണക്കിയത് കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എല്ലാ സമയത്തും കൂണ് കിട്ടില്ലല്ലോ. അതായത് ഒരു പർട്ടിക്കുലർ സമയത്ത് മാത്രമേ കൂണ് കിട്ടുള്ളൂ. ആ സമയത്ത് നമ്മളിത് ഉണക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പിന്നീട് വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം നമ്മൾ സാധാ കൂണ് കറി വെക്കുന്ന പോലെ തന്നെ കറി വെക്കാൻ പറ്റും അല്ലേ? ഇത് കുറച്ച് വില കൂടും. കാരണം എന്താണെന്ന് വെച്ചാൽ 1/2 കിലോളം കൂണ് പച്ചക്കൂണ് ഉണക്കിയാൽ മാത്രമേ 40 ഗ്രാം കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ അതിൻ്റെ 1 കിലോ കൂണിന് 250-300 രൂപ വിലയുണ്ട്. അപ്പം 1/2 കിലോ കൂണിൻ്റെ വില എത്രയാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അത്ര ഉണക്കിയാലേ ഈ 40 ഗ്രാം കിട്ടുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. 100 രൂപ 40 ഗ്രാമിന് 100 രൂപ കൂണിൻ്റെ പൗഡർ അല്ലേ? മഷ്റൂമിൻ്റെ പൗഡർ. അതെ. ഓക്കെ, ഇത് നമ്മളിപ്പോൾ വാങ്ങിച്ചാൽ നമ്മളിത് എന്ത് ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത്? ഈ ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ പൗഡർ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് സാധാരണ നിലയിലാക്കാൻ ഈ കൂണിൻ്റെ പൗഡർ എന്ന് വെച്ചാൽ ഈ കൂണിനൊരു പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് ഇത് ഒത്തിരി പേര് ഇത് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. കൊളസ്ട്രോൾ, അതായത് ചീത്ത കൊളസ്ട്രോൾ ഒഴിവാക്കി നല്ല കൊളസ്ട്രോൾ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ ബെസ്റ്റ് മരുന്നാണ്. അപ്പോൾ ആ ഒരു മെഡിസിൻ എന്നുള്ള രീതിയിൽ ഈ സാധനം കൂടുതൽ പോകാറുണ്ട്. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന രീതി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജ്യൂസാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൽ ആഡ് ചെയ്തിട്ട് കഴിക്കാം. അല്ല കറിയാണ് പറഞ്ഞാൽ കറിയിൽ ആഡ് ചെയ്തിട്ട് കഴിക്കാം. അങ്ങനെ എന്താണോ എന്തിലാണെങ്കിൽ പാലിലാണെങ്കിൽ പാലിൽ കഴിക്കാം. കുട്ടികൾക്കൊക്കെ അത് ഇപ്പോൾ ഒത്തിരി ഇത് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ഓൺലൈനിൽ ഇത് കൂടുതലായി പോകുന്നുണ്ട്. കാരണം ഡോക്ടേഴ്സ് നിർബന്ധം പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങുന്നവർ ഒത്തിരി ഉണ്ട്. ഇത് 25 ഗ്രാമിൻ്റെ ഓരോ പാക്കറ്റാണ് കേട്ടോ ഈ കൂൺ പൗഡർ. ഇത് നമുക്ക് വന്നിട്ട് 75 രൂപയ്ക്കാണ് ഇവർ സെയിൽ ചെയ്യുന്നത്. ഇതൊരു പുതിയ പ്രൊഡക്റ്റാണ്, വിപണിയിലേക്ക് വരുന്നേ ഉള്ളൂ. ഇത് എന്നാലും ഞങ്ങളിപ്പോൾ ലൈവായിട്ട് കഴിച്ച സാധനമാണ്. ഒരു രക്ഷയില്ലാത്തൊരു സാധനമാണ്. ഞാൻ ഗ്യാരണ്ടിയാണ് ഇതിൻ്റെ ടേസ്റ്റിന്. കാണുമ്പോൾ സാധാരണ നമ്മുടെ മസാലക്കടല, പക്ഷേങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓസായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. വെറും നിലക്കടലല്ല കേട്ടോ അത്. ഇതിനകത്ത് മസാല കൂന് കൊണ്ടുള്ള ഒരു മസാല ഉണ്ടാക്കിയതിന് ശേഷം ആ മസാലയിൽ ഇത് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നത്. നിലക്കടല ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ടാവില്ല. അതിൻ്റെ കൂടുതൽ കൂണിൻ്റെ ഗുണം കൂടി നമുക്ക് കിട്ടും. ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ്? ഇല്ല, അത് ഇവിടെ എത്തിയിട്ടില്ല. വെരി ഗുഡ്. അപ്പൊ നമ്മളാണ് ആദ്യമായിട്ട് കഴിക്കുന്നത്. സൂപ്പർ സാധനമായിരുന്നു, സൂപ്പർ സാധനം. പിന്നെ കൂനിൻ്റെ തന്നെ ഞങ്ങൾ ചോക്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ കൊക്കോ പൗഡറും ഇതും വെച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മഷ്റൂം പൗഡറും എല്ലാം ചേർത്തിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഹൽവ ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ നിലവിലൊന്നുമില്ല, പ്രൊഡക്റ്റ് ഒന്നും ഇപ്പൊ കാണിച്ചു തരുന്നതിനില്ല. അതൊക്കെ ഓർഡറിനനുസരിച്ചിട്ട് ഒരു സെറ്റ് ചെയ്ത് കൊടുക്കാറ്. പിന്നെ കുറെ ചെറിയ ചെറിയ പ്രൊഡക്റ്റ് കൂനല്ലാതെ തന്നെ നെല്ലിക്ക കാന്താരി ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ എന്താ പറയാ സർബത്ത് ചെയ്യാറുണ്ട്.
അങ്ങനെ ഓൺ പ്രൊഡക്റ്റ് കുറേ ഇതോടൊപ്പം തന്നെ ചെയ്യാറുണ്ട് അല്ലേ? അതിൻ്റെ പ്രൊഡക്റ്റിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഏതിലും യാതൊരു തര പ്രിസർവേഷനും ഞങ്ങൾ ചേർത്തിട്ടില്ല. ഓക്കെ, ലൈഫ് കുറവായിരിക്കും, പക്ഷെ നല്ല ഫുഡായിരിക്കും. ഇതെല്ലാം മൂന്ന് മാസം കൊടുത്തിരിക്കും. സാധാരണ ഒരു പിക്കിള് നമ്മൾ വീട്ടിൽ 9 മാസം അല്ലെങ്കിൽ അത്രയും വരും, 12 മാസം. ഇതൊന്നും അത്ര ഇരിക്കില്ല. പിന്നെ ഞാനിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 10 ദിവസത്തിനകത്ത് കഴിച്ചിരിക്കണം. കാരണം സാധാരണ ഒരു ഇത് കഴിക്കുന്ന പോലെ ഓപ്പൺ ചെയ്ത് കഴിച്ചു അവിടെ എടുത്ത് വെച്ചു, പിന്നീട് എപ്പോഴെങ്കിലും 10-15 ദിവസം കഴിഞ്ഞെടുത്തു. ഇത് അങ്ങനെയുള്ളതല്ല, അറിയാമല്ലോ, കൂനിൻ്റെ പുറത്തായിരിക്കും. കൂനിൻ്റെ രീതി അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളത് പരമാവധി നല്ല രീതിയിൽ തന്നെ കഴിക്കുക. ഇനി നമുക്ക് അടുത്ത ഒരു ഇതെന്താന്ന് വെച്ചാൽ, ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കുമല്ലോ, നമ്മളൊരു 6 മാസമൊക്കെ നമ്മൾ ഇത് കൂണുണ്ടാക്കിയതിന് ശേഷം ഈ ബെഡ് വേസ്റ്റ് വരും. ഈ ബെഡ് എന്ന് പറഞ്ഞാൽ ഇത് വേസ്റ്റ് വരും. അപ്പോൾ ഇത് വെച്ചിട്ടും നമ്മുടെ രാധാകൃഷ്ണേട്ടൻ ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് വേസ്റ്റായിട്ട് ചുമ്മാ കളയല്ല, അത് വെച്ചിട്ട് പുള്ളി വേറെ സെറ്റപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് കാണാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് കേട്ടോ നമ്മൾ ഒരു തെർമോകോള് പോലെ ഇരിക്കുന്ന സാധനം. തീരെ വെയിറ്റ് ഇല്ല, റബ്ബറിൻ്റെ മരപ്പൊടി വെച്ചിട്ടുള്ള ബഡാണ് കേട്ടോ അത്. ഈ സാധനം എന്ന് പറഞ്ഞാൽ 3.5 to 4 കിലോ ഉള്ള ഈ സാധനം ഇപ്പോൾ വന്നിട്ട് ഒരു 1 കിലോൻ്റെ താഴെയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൂണ് ഇതിൻ്റെ എല്ലാം വലിച്ചു എടുത്തിട്ട് ഇതിൻ്റെ ഏറ്റവും വേസ്റ്റ് സാധനമാണിത്. ഇപ്പോൾ ഇനി ഇത് ഒന്നിനും കൊള്ളൂല്ല എന്ന് പറയില്ലേ, ആ ഒരു സാധനമാണ്. അതിനെ നമ്മുടെ രാധാകൃഷ്ണേട്ടൻ വേറൊരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്നും പുള്ളിക്ക് അത്യാവശ്യം ഈൽഡ് കിട്ടുന്നുണ്ട്. മണ്ണിര കമ്പോസ്റ്റാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്, വെർമി കമ്പോസ്റ്റ്. ഇതുണ്ടല്ലേ, നല്ല അടിപൊളി മണ്ണിരകൾ. ഇത് നന്നായിട്ട് മസാലയൊക്കെ കൂട്ടിന് പൊരിച്ചാണല്ലോ, സെറ്റായിരിക്കും. ഇത് അതിന് വേണ്ടിയിട്ടുള്ള അല്ല കേട്ടോ, ഇത് ശരിക്കും വെർമി കമ്പോസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് എത്ര ദിവസം കൊണ്ട് നമുക്ക് ഈ ബെഡ് ഇട്ട് കഴിഞ്ഞാൽ മണ്ണിര അല്ല കമ്പോസ്റ്റ് ആയി? 40 to 50 ദിവസമൊക്കെ ആവും. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ്. ഇതുപോലെ ഇടും. ഇതിപ്പോൾ ആദ്യം ആയതാണ്. ഇതാണ് ഓക്കെ, പൊട്ടിച്ചിട്ട് കലക്കി ഒഴിച്ചു കൊടുക്കും അല്ലേ? ശരി ശരി ശരി. ഓഹോ, ആ ഒരു 40 ദിവസം കഴിയുമ്പോൾ ഇതുപോലെ നല്ല ചായപ്പൊടിയുടെ രൂപത്തിലുള്ള ഒന്നാന്തരം മണ്ണിര കമ്പോസ്റ്റ് റെഡി. ഓക്കെ, ഇതിന്നിപ്പോൾ മാർക്കറ്റിൽ ഇവിടെ ഇതൊരു മണ്ണിന്റെ മണം പോലും ഇല്ല എന്നുള്ളതാണ്. ഒരു മണവും ഇല്ല. ഇപ്പൊ ചാണകത്തിന്റെയോ അല്ലെങ്കിലോ വേറെ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല. എല്ലാ അടി ഇനി നമ്മളിത് കൊടുക്കുമ്പോൾ അത് ചലിച്ചിട്ട് കൊടുക്കും അല്ലേ? ചലിക്കാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൂട്ടി വെക്കുക. ഇത് കൂട്ടി വെക്കുമ്പോൾ മണ്ണിര മുഴുവൻ അടിയിലേക്ക് ഇറങ്ങിപ്പോ. അപ്പോൾ മേൽഭാഗത്ത് വാരിയെടുക്കും. അങ്ങനെ ചെയ്യാം. താഴെ ഒരു പേപ്പർ ഇതൊന്നും വിരിച്ച് ഇങ്ങനെ കൊട്ടി വെക്കും. ഇതെല്ലാം അടിയിൽ പോയിട്ട് സെറ്റാവും. ബോൾ പോലെ അടിയിൽ പോയി കിടക്കുന്നുണ്ട്. വീണ്ടും തന്നെ നമ്മൾ അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് വിൽക്കുന്നത്? ഇവിടെ വീട്ടിൽ 1 കിലോ 20 രൂപ വെച്ച് എടുക്കുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ട് ഇപ്പോൾ 1 ടൺ 2 ടൺ കൊണ്ടൊക്കെ ആവശ്യപ്പെടുമ്പോൾ കുറച്ചെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് 15 രൂപ. അപ്പോൾ ഏറ്റവും വേസ്റ്റ് പ്രൊഡക്റ്റ് എന്നാണ് 1 കിലോയ്ക്ക് ഇവർക്ക് 20 രൂപ വെച്ച് കിട്ടുന്നത് കേട്ടോ. ഇവിടെ ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനവും വേസ്റ്റ് അല്ല എന്നുള്ളതാണ്. കവർ ഒഴികെ പ്ലാസ്റ്റിക് കവർ വരുന്നുണ്ട്, അത് അവർ കൊണ്ടുപോകും അല്ലേ? ഹരിതകർമ്മസേന അതും കൊണ്ടുപോകും. അത് മാത്രമാണ് ഹരിതകർമ്മസേനയ്ക്കുള്ളത്. ബാക്കി മുഴുവൻ സ്വന്തം ഇവർക്ക് തന്നെയുള്ളതാണ് കേട്ടോ. നല്ലൊരു സെറ്റപ്പ് പരിപാടിയാണ് കേട്ടോ. ഒരിക്കലും ഒരു വേസ്റ്റ് അവിടെ വരുന്നില്ല, എന്നാലും അത്യാവശ്യം വേണ്ട എല്ലാ രീതിയിലുള്ള ഈൽഡും കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഒരു മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്രയും പ്രൊഡക്റ്റുകളാണ് നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ മഷ്റൂം പ്രൊഡക്റ്റ് ആയിട്ടുള്ളത്. കാർത്തിക മഷ്റൂം പ്രൊഡക്റ്റിൻ്റെ സാരഥികളാണ് രണ്ടുപേരും. അടിപൊളിയായിട്ട് നമ്മൾ വരുന്ന സമയത്ത് ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ജസ്റ്റ് ഒരു കൂൺ കൃഷി എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ചതിൻ്റെ 100 ഇരട്ടി മേനിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള അടിപൊളി ഒരു കാഴ്ചയും ഇത്തരത്തിലുള്ള അടിപൊളി ഫുഡൊക്കെ സമ്മാനിച്ചതിന് രണ്ടുപേർക്കും നന്ദി പറയുന്നു. പിന്നെ കൂടാതെ രാധാകൃഷ്ണൻ ചേട്ടനും പ്രിയ ചേച്ചിയും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റ് കൊണ്ട് ഇനിയും നമ്മുടെ വിപണിയിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതായത് കൂണിൻ്റെ വിത്തുണ്ട്, ബഡ്, പിന്നെ അതേപോലെ തന്നെ കൂണ് ഫ്രഷ് ആയിട്ടുള്ള കൂണിൻ്റെ പ്രൊഡക്റ്റുകൾ, പിന്നെ കൂണിൻ്റെ വേസ്റ്റ് വെച്ചിട്ടുള്ള കമ്പോസ്റ്റ്, ഇതെല്ലാം തന്നെ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇവർ വിൽക്കുന്നുണ്ട്. അതിൻ്റെ വില നിലവാരം എല്ലാം തന്നെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പുള്ളിയുടെ കോൺടാക്ട് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്ത് ആവശ്യമുണ്ടെങ്കിലും പുള്ളിയെ വിളിക്കാം. ഇനി കൂൺ കൃഷിയെക്കുറിച്ച് വല്ല പഠിക്കാനോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ പോലും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ബേസിലും കൊടുക്കുന്നുണ്ട്, അല്ലാതെ പ്രൈവറ്റ് ഗ്രൂപ്പുകൾക്ക് അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ കോൺടാക്റ്റിൽ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്തായാലും നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള അടിപൊളി കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താൽക്കാലികമായി ഇവിടെ പറയുന്നു. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ടൈം ഫോർ ട്രാവൽ ബൈ സുമേഷ് പിലാക്കി. ഓക്കെ, ബൈ.